നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും മാനറ്റസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കിപ്പോൾ ഏറ്റവും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുകെയിൽ ഇപ്പോൾ അറിയാമല്ലോ ധാരാളം ഹൗസിംഗ് ഷോർട്ടേജുകളുണ്ട്, വീടുകളുടെ ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ യുകെ ഗവൺമെൻറ് പുതിയതായിട്ട് ലക്ഷക്കണക്കിന് വീടുകൾ പണിയാനുള്ള പ്ലാനിലാണ്. ഇപ്പോൾ അന്നേരം അതിനുള്ള ആവശ്യത്തിനുള്ള സ്റ്റാഫ് യു കെയിലില്ല. ഇന്ന് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് വിസ നിയമങ്ങളിൽ ഇളവുകൾ കൊടുത്ത് കൂടുതൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനെ യു കെയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഇങ്ങനെ ഈ വിസ നിയമങ്ങളിൽ ഇളവ് കൊടുക്കാൻ പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലിക വിസ, നമുക്കറിയാമല്ലോ ഇവിടുത്തെ കൃഷി ചെയ്യാൻ വേണ്ടി 6 മാസത്തേക്കുള്ള വിസയിൽ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്, ടെമ്പററി വിസ. അപ്പം അങ്ങനെ ആൾക്കാരെ യു കെയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അന്നേരം ഇതിനെക്കുറിച്ച് ഫൈനൽ തീരുമാനമൊന്നും ആയിട്ടില്ല. ഇന്ന് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ പ്രഖ്യാപിച്ചതാണ് അവർ വിസ നിയമങ്ങളിൽ മാറ്റം വരുത്തി യു കെയിലെ കൺസ്ട്രക്ഷൻ മേഖലയിലേക്കുള്ള ആവശ്യത്തിനുള്ള സ്റ്റാഫിനെ വിദേശം റിക്രൂട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തും. അന്നേരം ഇങ്ങനെ താൽക്കാലിക വിസ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് ഇമിഗ്രേഷനെ ബാധിക്കുകയില്ലെന്നും ഇമിഗ്രേഷൻ്റെ നമ്പറിൽ കൂടുകയില്ല, കാരണം ഇവരെല്ലാം വന്നു കഴിഞ്ഞ് 6 മന്ത്സ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന രീതിയിലായിരിക്കും വിസ കൊടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ളവർക്കൊക്കെ എത്രമാത്രം അത് പ്രയോജനപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. അന്നേരം അത് വിസ നിയമങ്ങൾ ഇന്നിപ്പോൾ അവർ പുതുക്കുമ്പോൾ അവർ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള തീരുമാനം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ അടുത്ത ബഡ്ജറ്റിൻ്റെ കൂടെ അത് പ്രഖ്യാപനം വരുമായിരിക്കും. അന്നേരം അത് നമുക്ക് ഒരു അവസരമായിട്ട് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ ടീച്ചിങ് സ്റ്റാഫുകളുടെ ഷോർട്ടേജ് പരിഹരിക്കുന്നതിന് വേണ്ടി ഏകദേശം 6500ഓളം ടീച്ചേഴ്സിനെ പുതിയതായിട്ട് നിയമിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അന്നേരം അത് അത്രയും ടീച്ചേഴ്സിനെ നിയമിച്ചു കഴിഞ്ഞാൽ യു കെയിലെ എല്ലാ സ്കൂളുകളിലും ആവശ്യത്തിനുള്ള ടീച്ചേഴ്സ് വരുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് QTS ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫിസിക്സ്, സയൻസ് സബ്ജക്റ്റുകൾക്കും മാത്സിനുമാണ് അങ്ങനെ ഡയറക്റ്റ് QTS അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. അന്നേരം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് അങ്ങനെ QTSന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അന്നേരം അവർക്ക് എല്ലാം തന്നെ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണിത്. കാരണം ഈ 6500ഓളം ടീച്ചേഴ്സിനെ അവർ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഭൂരിഭാഗവും സയൻസ് ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും വരുന്നത്. അന്നേരം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേർക്ക് അതിനുള്ള അവസരമായിട്ട് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ടീച്ചിങ് പ്രൊഫഷനിലേക്കുള്ള ജോലികൾ കിട്ടിയാൽ സ്കിൽഡ് ജോബ് ലിസ്റ്റുള്ള ജോലിയാണ്. ആ ജോലി കിട്ടി നമ്മൾ യു കെയിലേക്ക് വന്നാൽ നമുക്ക് നമ്മളുടെ ഡിപ്പെൻഡൻസിനെ കൂടെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും നമ്മുടെ പാർട്ണറെയും യുകെയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. യു കെയിൽ നിന്ന് 5 വർഷം തികച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പെർമനന്റ് റെസിഡൻസി ലഭിക്കുന്നതുമാണ്. കാരണം ടീച്ചിങ് ജോബ് നല്ലൊരു ജോബാണ്. കാരണം നമുക്ക് കറക്റ്റായിട്ടുള്ള ഹോളിഡേയ്സ് ഒക്കെ കിട്ടും നാട്ടിലേക്ക് പോകാൻ. അങ്ങനെ നല്ലൊരു ജോലി തന്നെയാണ് യു കെയിൽ ടീച്ചിങ് ജോബ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ എല്ലാവരും ഒരു തമാശ രൂപേണ യു കെയിൽ ഇപ്പോൾ പറയുന്നത്, പ്രത്യേകിച്ച് സ്കിൽഡ് വർക്കർ വിസയിൽ വന്നവരൊക്കെ പറയുന്നത്, വിമാനത്തിൽ വരണോ അതോ ബോട്ടിൽ വരണോ എന്നാണ്. നമുക്കറിയാമല്ലോ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസമായിട്ട് കോമൺ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനത്തിൽ വരുന്നവർ കറക്റ്റായിട്ട് പേപ്പർ വർക്കൊക്കെ ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പേപ്പറുകളെല്ലാം ഹോം ഓഫീസിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് PCCയും എടുത്ത് മെഡിക്കലും എടുത്ത് വിസ ഫീസും അടച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് പ്രൈസായും കൊടുത്താണ് യു കെയിലേക്ക് എത്തുന്നത്. അത് കൂടാതെ ഇപ്പോൾ ബോട്ടിൽ വരുന്നതെന്ന് പറയുമ്പോൾ അതിന് ഇങ്ങനെയുള്ള പേപ്പറുകളൊന്നും ഇല്ലാതാണ് ബോട്ടിൽ വരുന്നതെന്നാണ് പൊതുവേ പറയുന്നത്. അന്നേരം ഇതിനകത്ത് അവർ പ്രധാനമായിട്ട് അന്നേരം ഇങ്ങനെ തമാശ രൂപേണ ഇത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കിൽഡ് വർക്കർ വിസയിൽ വരണമെങ്കിൽ വിദ്യാഭ്യാസം വേണം, നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യണം, ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീടിന് വാടക കൊടുക്കണം, കൗൺസിൽ ടാക്സ് കൊടുക്കണം, ഫുൾ ചിലവ് വേണം, വിസ പുതുക്കാൻ ചിലവ് വേണം, അങ്ങനെ ഒരുപാട് ചിലവുകളാണ് ഇങ്ങനെ വരുമ്പോൾ, സ്കിൽഡ് വർക്കർ വിസയിൽ വരുമ്പോൾ. പക്ഷേ ഇവിടെ വന്ന് ജോലി ചെയ്ത് നമുക്ക് സമ്പാദിക്കാം. പക്ഷേ ഇങ്ങനെ ഈ ബോട്ടിൽ വരുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അക്കോമഡേഷൻ ഗവൺമെൻറ് കൊടുക്കും, ഫുഡ് ഗവൺമെൻറ് കൊടുക്കും, ഓരോ ആഴ്ചയും അവരുടെ ചെലവിന് വേണ്ടി കുറച്ച് പൈസയും ഗവൺമെൻറ് കൊടുക്കും. പക്ഷേ ഇവർക്ക് ജോലി ചെയ്യാനൊക്കത്തില്ല. ഗവൺമെൻറ് ഫുഡ് ഫ്രീ ആയിട്ട് കഴിച്ച് ഇവിടെ കിടക്കാം. അത് കഴിഞ്ഞ് അവർക്ക് അവരുടെ അസൈലം ആപ്ലിക്കേഷൻ കൊടുത്ത് അത് സക്സസ് ആയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഫാമിലിയെ യു കെയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ തമാശയായിട്ട് യു കെയിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, സ്കിൽഡ് വർക്കർ വിസയിൽ വരണോ അല്ലെങ്കിൽ അഭയാർത്ഥിയായിട്ട് വരണോ. ഇവിടെ തമാശയായിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് കണ്ടതാണ്, നിങ്ങൾ യു കെയിൽ എത്തിക്കഴിഞ്ഞ് ഇവിടെ ഇപ്പോൾ പലരുടെയും നമുക്കറിയാമല്ലോ ഇവിടുത്തെ പല സ്ഥാപനങ്ങളുടെയും എയർ റേറ്റഡ് സ്പോൺസർഷിപ്പ് നഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ സ്പോൺസർഷിപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ വന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം പുതിയൊരു എംപ്ലോയറെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് 60 ഡേയ്സ് സമയമാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. ഇപ്പോൾ CQCയുടെ ഇൻസ്പെക്ഷനും ഹോം ഓഫീസിൻ്റെ ഇൻസ്പെക്ഷനും ഒക്കെ ക്രമാതീതമായിട്ട് കൂട്ടിയത് കണ്ട് തന്നെ ഓരോ ദിവസവും ലൈസൻസ് പോകുന്ന സ്ഥാപനങ്ങളുടെ എണ്ണവും കൂടി വരികയാണ്. 500-ൽ പരം ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ലൈസൻസ് കഴിഞ്ഞ ദിവസം നഷ്ടമായെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ഏകദേശം 10-300ഓളം മലയാളികൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതുകൂടാതെ തന്നെ യു കെയിലെ പല കെയർ ഹോമുകളിലും 10 ലക്ഷവും 20 ലക്ഷവും രൂപ കൊടുത്ത് വന്നവർ ഇപ്പോൾ അവരുടെ കാലാവധി, ആ വിസയുടെ കാലാവധി കഴിയാറായപ്പോഴത്തേക്ക് അവരുടെ എംപ്ലോയേഴ്സ് അത് റിന്യൂ ചെയ്ത് കൊടുക്കത്തില്ല. അത് റിന്യൂ ചെയ്യണമെങ്കിൽ വീണ്ടും നിങ്ങൾ ഏജൻറ്റിനെ ബന്ധപ്പെടണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഏജൻറ്റിനെ ബന്ധപ്പെടുമ്പോൾ ഏജൻറ്റ് പറയുന്നത് നിങ്ങൾ 10 ലക്ഷം രൂപ കൊടുക്കണം, അല്ലെങ്കിൽ 12 ലക്ഷം രൂപ കൊടുക്കണം, എന്നാൽ മാത്രമേ വിസ പുതുക്കി കൊടുക്കുകയുള്ളൂ എന്നാണ്. അന്നേരം ഇത് തട്ടിപ്പിൻ്റെ അങ്ങേ അറ്റമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഈ ഏജൻറ്റുമാർ ഇവരുടെ അടുത്തൊക്കെ പറയും, നിങ്ങൾ യു കെയിൽ പോയാൽ 2 ലക്ഷം രൂപ കിട്ടും, ചിലവ് കഴിഞ്ഞ് 1 ലക്ഷം രൂപ സേവ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞാണ് 20 ലക്ഷം രൂപ മേടിച്ച് യു കെയിലേക്ക് കയറ്റി വിടുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് പലരും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്.
യു കെയിലേക്ക് വരുന്ന പലരും ഒരുപാട് പേര് യു കെയെക്കുറിച്ച് ഒരക്ഷരം പോലും പഠിക്കാതെയാണ് യു കെയിലേക്ക് വരുന്നത്. മറ്റുള്ളവർ ഈ ഏജൻറ്റുമാർ പറയുന്നതെല്ലാം അന്ധമായിട്ട് വിശ്വസിച്ച് യു കെയിൽ എത്തുകയും യു കെയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കാണ് അവർക്ക് മനസ്സിലാകുന്നത് 2 ലക്ഷം രൂപ സാലറി കിട്ടുമായിരിക്കും നമ്മൾ എക്സ്ട്രാ ഷിഫ്റ്റൊക്കെ ചെയ്യുന്നവർക്ക്. സാധാ ജോലിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതിനകത്ത് നല്ലൊരു ശതമാനവും നമ്മളുടെ എക്സ്പെൻസായിട്ട് യു കെയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ 20 ലക്ഷം രൂപ നാട്ടിൽ നിന്ന് പലിശയൊക്കെ എടുത്തിട്ട് വന്നവരാണെങ്കിൽ മാസം അതിന് പലിശ കൊടുക്കാൻ തന്നെ നല്ലൊരു തുക വേണം. അങ്ങനെ പലിശ കൊടുക്കാൻ നല്ലൊരു തുക വേണം. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിയുമ്പോൾ അവർക്ക് മിച്ചം കിട്ടുന്നത് വളരെ തുച്ഛമായ പൈസ മാത്രമായിരിക്കും. നാട്ടിലിപ്പോൾ 20,000 40,000 ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് യു കെയിൽ 2 ലക്ഷം കിട്ടുന്നതും ഏകദേശം സെയിം തന്നെയാണ് അവരുടെ സേവിങ്സ് നോക്കുമ്പോൾ. പിന്നെ എല്ലാവർക്കും പറയാം നമ്മൾ യു കെയിലാണെന്ന്. പിന്നെ നമുക്കിങ്ങനെ മാസാമാസം സേവിങ്സ് ചെയ്താൽ പോലും വർഷത്തിലൊരിക്കൽ നമ്മൾ നാട്ടിൽ പോകേണ്ടി വരും. അന്നേരത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇപ്പോഴത്തെ റേറ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അന്നേരത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ആ സേവിങ്സ് അങ്ങ് തീർന്നു കിട്ടും. അങ്ങനെ അത്ര ദുരിതത്തിലൂടെ കടന്നു പോകുന്നവരുടെ അടുത്താണ്, അതായത് ഇവിടെ എത്തി 20 ലക്ഷം രൂപയുടെ കടം ഇതുവരെ തീർക്കാൻ പറ്റാത്തവരുടെ അടുത്താണ് വീണ്ടും 10 ലക്ഷം രൂപയുടെ ഇതിനു വേണ്ടി മുടക്കാൻ വേണ്ടി പറയുന്നത്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു, ഇനി 2 വർഷം കൂടെ കഴിയുമ്പോൾ പി ആർ ആകും. പി ആറിൻ്റെ ടൈമിൽ വീണ്ടും ഇപ്പോൾ 4 അംഗങ്ങളൊരു കുടുംബമാണെങ്കിൽ ഏകദേശം 13,000 പൗണ്ട് അടുപ്പിച്ച് അവർക്ക് അന്നേരമാകും. അങ്ങനെ 5 വർഷം യു കെയിൽ നിന്ന് 1 രൂപ പോലും മിച്ചമുണ്ടാക്കാനൊക്കാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ മക്കളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ കുഴപ്പമില്ല, അവർ 2 പേര് ജോലി ചെയ്യുമ്പോൾ അവർക്ക് മിച്ചം കിട്ടും. പക്ഷേ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ മക്കളെ നോക്കാൻ ഒരാൾ വേണം. അന്നേരത്തെ അത് മിച്ചം കിട്ടുന്ന കാര്യം വളരെ സംശയമാണ്. അന്നേരം അങ്ങനെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ യു കെയിലുണ്ട്. അതുകൂടാതെ പല സ്ഥാപനങ്ങളിലും, പ്രത്യേകിച്ച് മലയാളി മാനേജ്മെൻറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ ശക്തമായ ടോർച്ചറിംഗ് ആണ് പല സ്റ്റാഫും അനുഭവപ്പെടുന്നത്. കാരണം ഇവർ ഈ വിസയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ കുറ്റങ്ങളും ഈ വിസയിൽ നിൽക്കുന്നവരുടെ തലയിലോട്ട് വെക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പലപ്പോഴും മലയാളി മാനേജർമാരാണ് ഇതിന് മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ ഫിസിക്കലിയും മെൻ്റലിയും തളർന്നാണ് പല കെയറർമാരും ഇപ്പോൾ ജീവിക്കുന്നത്. യു കെയിലേക്ക് വന്നെത്തി വരണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരുപാട് കെയറർമാർ ഇപ്പോൾ യു കെയിൽ. അതുകൂടാതെ തന്നെ ഇവരെ എങ്ങനെയെങ്കിലും ഈ COS കൊടുത്ത് കൊണ്ടുവന്നവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി ഈ എംപ്ലോയേഴ്സ് ഒരുപാട് കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും അടുത്ത ഒരാളെ COS കൊടുത്ത് കൊണ്ടുവരാൻ സാധിക്കും. അന്നേരം അവർക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ നോക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളാണ് ഇപ്പോൾ യു കെയിലുള്ളത്. സത്യം പറഞ്ഞാൽ ഈ കെയറർമാരുടെ വിസ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു 40% പേരും യു കെയിലെത്തി തട്ടിപ്പിൽ ഇരയായിരിക്കുകയാണ്. സീനിയർ കെയർ വിസ അത്ര പ്രശ്നങ്ങളില്ലായിരുന്നു, കുറച്ച് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരെയൊക്കെ മാത്രമേ അന്ന് എടുത്തിരുന്നുള്ളൂ. പക്ഷേ ഈ കെയറായിട്ട് ഒരു വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവരും കള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയും അതുകൂടാതെ IELTS മാത്രം എഴുതി 4 സ്കോർ കിട്ടും, 4 എല്ലാവർക്കും കിട്ടുന്നതാണ്. ആ സ്കോർ കിട്ടി യു കെയിലേക്ക് വന്ന് ഒരുപാട് പേരുണ്ട്. ഇവിടെ വന്നപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല, ഇവിടെ ഇടപെടാൻ അറിയത്തില്ല, അങ്ങനെ പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്. അതായത് നമുക്ക് വിസ ഗവൺമെൻറ് തന്നു, ഇവിടെ എത്തി ഒന്നും ചെയ്യാൻ അറിയാതെ ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട്. ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിലൊക്കെ പോകണമെങ്കിൽ അവിടുത്തെ വിസ ക്രൈറ്റീരിയാസ് ശക്തമാണ്. അവിടെ കഴിവുള്ളവരെ മാത്രമേ അവിടോട്ട് കയറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ കെയർ വിസ വന്നതുകൊണ്ട് തന്നെ യു കെയിൽ ഒരു കഴിവുമില്ലാത്ത ഒരുപാട് പേര് വന്നിട്ടുണ്ട്. തുറന്നു പറയുന്നതിനകത്ത് വിഷമം തോന്നരുത്. ഒരു കഴിവെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല, ഒന്നും പറഞ്ഞില്ലാത്ത ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവരൊക്കെ നമ്മൾ മലയാളികൾക്ക് നല്ല പേരാണ് അവരെ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ യു കെയിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലേബർ കൊണ്ടുവന്ന കുറച്ച് നയങ്ങൾ അഭയാർത്ഥികളെ സഹായിക്കുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അഭയാർത്ഥി പ്രവാഹം ക്രമാതീതമായിട്ട് കൂടുകയാണ്. ഓരോ ദിവസം 500-ൽ പരം ആൾക്കാരാണ് യു കെയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കൺസർവേറ്റീവ് ഗവൺമെൻറ് കൊണ്ടുവന്ന റുവാണ്ട പ്ലാനൊക്കെ ഉപേക്ഷിച്ചത് യു കെയിലേക്ക് പുതിയതായിട്ട് അഭയാർത്ഥികളെ വരാനുള്ള പ്രേരണയായിട്ടുണ്ട്. അന്നേരം ഇങ്ങനെ അഭയാർത്ഥികൾ കൂടിയാൽ യു കെ ശക്തമായ പ്രതിസന്ധി നേരിടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.